നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റ് എന്നാണ്, അതേപോലെ എങ്ങനെ ഇനി ഉള്ള ഈ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഈ സിലബസ് മാക്സിമം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കട്ട് ഓഫ് കടന്നാൽ പോരാ, മെയിൻസ് എക്സാം ആകുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ മുകളിൽ തന്നെ എത്തണം, അപ്പോൾ ജോലി ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ അവിടെ എത്താം, അതിനു വേണ്ടിയുള്ള ഒരു സ്റ്റഡി പ്ലാനും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ടാൻഡം പി എസ് സി എന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇന്നാണ് പി എസ് സി സെപ്റ്റംബർ മാസത്തെ കലണ്ടർ ഔട്ട് ചെയ്തത്. അപ്പൊ സെപ്റ്റംബർ മാസത്തെ കലണ്ടർ ഔട്ട് ചെയ്തപ്പോൾ സെപ്റ്റംബർ 27 തീയതിയാണ് ഇതിന്റെ എക്സാം കൊടുത്തിട്ടുള്ളത്. സെപ്റ്റംബർ 21 തീയതിയാണ് എക്സാം വരുന്നത്. അപ്പൊ പിന്നെ രണ്ട് പേപ്പർ ആയിട്ടാണ്, നിങ്ങൾക്ക് അറിയാം. രാവിലെ ഉണ്ട് 10 മണി മുതൽ 12 മണി വരെ ഉണ്ട്. അതേപോലെ ഉച്ചക്ക് ശേഷം 1:30 മുതൽ 3:30 വരെ ഉണ്ട്. അങ്ങനെയാണ് ഉള്ളത്. 12:09 മുതൽ ഇതിന്റെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 12:09 മുതൽ പ്രൊഫൈലിൽ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം നമുക്കറിയാം OMR എക്സാം ആണ്, ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമില്ല. 1 മണിക്കൂർ 30 മിനിറ്റ് ആണ് സിലബസിൽ പിന്നെ ടൈം കൊടുത്തിട്ടുള്ളത്. 1.5 മണിക്കൂർ സമയമുണ്ട്. പേപ്പർ 1 പിന്നെ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം 2 ഭാഷയിലും ഉണ്ടാവില്ല, മലയാളത്തിലും അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ്, മിക്കവാറും മലയാളമായിരിക്കും, മലയാളത്തിൽ ഉണ്ടാകും, ഇംഗ്ലീഷിലും ഉണ്ടാകും ക്വസ്റ്റ്യന്. ആ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡേറ്റിനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. നമുക്കറിയാം ഇനി വെറും 3 മാസമാണുള്ളത്. കറക്റ്റ് 3 മാസമാണ് നമ്മുടെ മുമ്പിൽ എക്സാമിന് തയ്യാറെടുക്കാനായിട്ടുള്ളത്. വലിയൊരു സിലബസ് ആണ്, 2 പേപ്പറുകൾക്ക് വേണ്ടി വലിയൊരു സിലബസ് ആണ് നമുക്ക് പഠിച്ചു തീർക്കാനുള്ളത്. അപ്പൊ കറക്റ്റ് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 90 ദിവസമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി കിട്ടുക. അപ്പൊ ഈ 90 ദിവസം എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്കറിയാം പേപ്പർ 1 ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. പേപ്പർ 1ന്റെ കാര്യത്തിൽ നമ്മൾ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് പഠിച്ചിട്ടുള്ള ടോപ്പിക് തന്നെയാണ്, പുതിയതായിട്ട് ഒന്നും വരുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ സമയം നമുക്ക് ചെലവഴിക്കേണ്ടി വരില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം 90 ദിവസമാണ് നമുക്കുള്ളത്. അപ്പൊ ഈ 90 ദിവസത്തെ 90+90 എന്നിങ്ങനെ രണ്ടായിട്ട്, അതായത് 2 ഹാഫ് ഡേ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യും. ഒരു ദിവസത്തെ തന്നെ 2 ഹാഫ് ഡേ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സൗകര്യമാണ്. അതായത് രാവിലെയും വൈകുന്നേരവും 2 ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുക. പഠനത്തിന് സൗകര്യത്തിന് വേണ്ടിയാണ്. കാരണം ഒരു ദിവസം ഒരു ടോപ്പിക് തന്നെ പഠിക്കാതെ രാവിലെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ വൈകുന്നേരം മറ്റൊരു സബ്ജക്ട് പഠിക്കുക. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 90 എന്നുള്ളത് നമുക്ക് 180 എന്ന് പറയാൻ പറ്റും അല്ലെ. ഈ 180 വെച്ചിട്ടായിരിക്കും നമുക്ക് 180 വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ നമുക്കറിയാം ഒരു 60, ഈ 180-ല് ഒരു 60 ഹാഫ് ഡേ മാത്രം നമുക്ക് പേപ്പർ 1ന് ചെലവഴിച്ചാൽ മതി. ബാക്കിയുള്ളത് പേപ്പർ 2ന് നമുക്ക് ആവശ്യമുണ്ട്. കാരണം പേപ്പർ 2 നമുക്കറിയാം ഇതുവരെ പഠിക്കാത്ത ഭാഗങ്ങളാണ് കൂടുതലുള്ളത്. പേപ്പർ 1-ൽ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രിലിംസിനും എക്കണോമിക്സും എല്ലാ ടോപ്പിക്കും. മാത്രമല്ല ഇവിടെ ജോഗ്രഫിയുടെയും എക്കണോമിക്സിന്റെയും ഒക്കെ കുറച്ച് ഭാഗങ്ങൾ വരുന്നത് പേപ്പർ 2-ലാണ്. അപ്പോൾ ജോഗ്രഫി എക്കണോമിക്സും കാര്യമായിട്ട് ഇവിടെ പഠിക്കാനുണ്ടാവില്ല. പിന്നെ ഹിസ്റ്ററി അത്യാവശ്യം പഠിക്കാനുണ്ടാവും. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് ഒന്ന് റിവൈസ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. പിന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇവിടെ വരുന്നുണ്ട്. പേപ്പർ 2-ലും അതിന്റെ ചില ഭാഗങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി വരുന്നുണ്ട്. ആർട്സ് ആൻഡ് ലിറ്ററേച്ചറും സ്പോർട്സ് വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ബേസിക്സ് വരുന്നുണ്ട്. അരിത്തമെറ്റിക്, മെന്റൽ അബിലിറ്റി, റീസണിങ് വരുന്നുണ്ട്. ഇംഗ്ലീഷ്, മലയാളം വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ കുറഞ്ഞ സമയം മതി. മൊത്തം 60 ഹാഫ് ഡേ ഇതിനു വേണ്ടിയും ബാക്കി 120 ഹാഫ് ഡേ സെക്കൻഡ് പാർട്ടിന് വേണ്ടി. അപ്പൊ ഈ 120 ഹാഫ് ഡേയിൽ സെക്കൻഡ് പാർട്ട് എങ്ങനെ ടോപ്പിക് നമ്മൾ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് മുമ്പ് നമുക്കറിയാം ടാൻഡം പി എസ് സിയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിനുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാത്തു നിൽക്കാതെ തന്നെ പേപ്പർ സെക്കൻഡ് ഫേസ് എക്സാം പ്രിലിംസ് കഴിയുന്നേ ഉള്ളൂ. പക്ഷെ അത് കാത്തുനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് തീരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പിന്നെ കവർ ചെയ്യുന്നത് പ്രധാനമായിട്ട് പേപ്പർ 2-ൽ നേരത്തെ പ്രിലിംസിൽ തന്നെ വന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഒക്കെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ 28 തീയതി സെക്കൻഡ് ഫേസ് എക്സാം കഴിഞ്ഞാൽ ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ സിലബസിൽ പറയുന്ന പക്കാ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള
അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കേരള മോഡൽ ഡെവലപ്മെന്റ്, ഈ ഭാഗമൊക്കെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ പോകും. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ ഒരു 12 വർഷം പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ ക്ലാസ് എടുക്കുന്നത്. ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് ആണെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണെങ്കിലും അതേപോലെ പിന്നെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് പരിചയമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ തദ്ദേശ സ്ഥാപനത്തിന് വേണ്ടി ഈ ഏരിയയിലൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കാനും അതേപോലെ റീബിൽഡ് കേരള അടക്കമുള്ള കേരള ഇനിഷ്യേറ്റീവ്സിന് അതേപോലെ നവകേരള മിഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർഷങ്ങളോളം പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ ഒരു ഡൊമൈൻ നോളജിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. ചെറിയൊരു ഫീസാണ് നമ്മൾ ഈടാക്കുന്നത്, ഒരു ഫീസായിട്ട് വാങ്ങല്ല. നമുക്കറിയാം ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ചെലവുകളുണ്ട്. അപ്പോൾ അതൊന്ന് മീറ്റ് ചെയ്യാന്നുള്ള നിലയ്ക്ക് ചെറിയൊരു ഫീസ് നമ്മൾ വാങ്ങുന്നുണ്ട്. 1499 രൂപയാണ് മൊത്തം. പേപ്പർ 1 ആൻഡ് പേപ്പർ 2വിന്റെ പേപ്പർ 2വിന് ആയിരിക്കും കൂടുതൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. പേപ്പർ 1 കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ബാച്ചിന് 1499 രൂപയാണ് ഫീസ് വരുന്നത്. ഇപ്പൊ ഈ ജൂൺ 30 വരെ നമ്മളൊരു 10% ഇതിൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഈ 1499ന്റെ ബാച്ച് എടുക്കുകയാണെങ്കിൽ 1350 അടച്ചാൽ മതി ജൂൺ 30 വരെ. പിന്നെ ഈ പേപ്പർ 2 മാത്രം ആവശ്യമുള്ള ആളുകൾക്ക് 1099 രൂപയുടെ ഒരു ബാച്ചും ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ട്. സ്പെഷ്യൽ ടോപ്പിക് എന്നല്ല, പേപ്പർ 2വിലുള്ള മുഴുവൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഡൗൺലോഡബിൾ ആയിട്ടുള്ള PDF നോട്ട്സ് ലഭിക്കും. അതോടൊപ്പം പ്രഗത്ഭരായ ടീച്ചേഴ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ടീച്ചേഴ്സിന്റെ ഒക്കെ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. ആ രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് പേപ്പർ എക്സാം റാങ്ക് ലിസ്റ്റിന് മുകളിൽ തന്നെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി പാറ്റേൺ ആണ് ടാൻഡം BS നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇവിടെ കൊടുത്തിട്ടുള്ള 2 നമ്പറുകളുണ്ട്. 7034327690, 9544166690 നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു ഇനി 120 ഹാഫ് ഡേ നമ്മൾ കൊടുക്കുന്നത് പിന്നെ പേപ്പർ 2വിനാണ് അല്ലെ. പേപ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുതിയ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടി സമയം എടുക്കണം. അപ്പൊ 120 ഹാഫ് ഡേകൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് 2 മൊഡ്യൂളാണ്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും മറ്റൊന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റും. ഇതിന് രണ്ടിനും 10 മാർക്ക് വീതമാണുള്ളത്. അപ്പൊ 180 നമുക്ക് ഒരു പിന്നെ 30 പിന്നെ ഇതിൽ കൊടുക്കാം. ഈ 2 ടോപ്പിക്കിനായിട്ട് 30 ഹാഫ് ഡേ അല്ലെങ്കിൽ 15 ദിവസം ഈ പേപ്പർ 1നും പേപ്പർ 2 മൊഡ്യൂൾ 1നും മൊഡ്യൂൾ 2നുമായിട്ട് കൊടുക്കാം. പിന്നെ ഉള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു അങ്ങനെ അത്ര തന്നെ കൊടുക്കേണ്ട ഒരു 10 അല്ലെങ്കിൽ 12 ദിവസമൊക്കെ കൊടുത്താൽ മതി. അതായത് 20 to 24 ഹാഫ് ഡേകൾ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുള്ള ഭാഗം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് റിവേഴ്സ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ അതിനുവേണ്ടി നമുക്ക് ഈ മൊഡ്യൂൾ 3 and 4ന് വേണ്ടി നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ഒരു 10 ദിവസം അല്ലെങ്കിൽ 12 ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കാം. പിന്നെ കേരള മോഡൽ ഡെവലപ്മെന്റ് ആണ്. കേരള മോഡൽ ഡെവലപ്മെന്റ് നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പിന്നെ പുതുതായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിനും നമുക്ക് ഒരു പക്ഷെ ടോപ്പിക് കുറച്ച് ചെറിയ ടോപ്പിക്കാണ്. ഈ കൂട്ടത്തിൽ മൊഡ്യൂളുകളുടെ കൂട്ടത്തിൽ മൊഡ്യൂൾ 5ഉം 6ഉം 6 വളരെ ചെറുതാണ്. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. 5 കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ഇതിന് രണ്ടിനും കൂടി നമുക്കൊരു 12 ദിവസം അല്ലെങ്കിൽ 24 ഹാഫ് ഡേ ഇതിനും മാറ്റി വെക്കാം. അപ്പോൾ മൊത്തം എത്ര ഹാഫ് ഡേ ആയി? നമ്മൾ 30 ഹാഫ് ഡേ, മൊത്തം 180 ആണുള്ളത്. 30 ഹാഫ് ഡേ മൊഡ്യൂൾ 1 and 2ന്, പിന്നെ 24 ഹാഫ് ഡേ 3 and 4ന് അല്ലേ. അപ്പോൾ മൊത്തം 54 ആയി. ഇവിടെ ഒരു 12 ഹാഫ് ഡേ. അപ്പോൾ എത്രയായി? 24 ഹാഫ് ഡേ ഇവിടെയും വേണം. അപ്പോൾ 54ഉം 24ഉം 74ഉം 78 ഹാഫ് ഡേ ആയി. പിന്നെ നമുക്കുള്ളത് എത്രയാണ് ഇനിയും ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇനി എൻവയോൺമെന്റ് ആൻഡ് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഈ ഭാഗത്ത് കുറച്ച് കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് ആദ്യത്തെ തന്നെ പഠിക്കാനുണ്ട്. കുറച്ചൊരു പിന്നെ 30 ഹാഫ് ഡേ ഇവിടെയും നമുക്ക് കൊടുക്കാം പിന്നെ ഈ 2 മൊഡ്യൂളിനായിട്ട്. അപ്പം പിന്നെ അപ്പൊ എത്രയായി? പിന്നെ 104 ഹാഫ് ഡേ ആയി അല്ലേ. പിന്നെ ഈ ഗവേണൻസ് ആണ്. ഈ ഗവേണൻസിൽ നമുക്ക് അത്ര തന്നെ സമയം വേണ്ട. ഒരു 10 ദിവസം അല്ലെങ്കിൽ 12 ദിവസം മതി. ഈ 12 എന്ന് പറഞ്ഞാൽ 24 ഹാഫ് ഡേ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി ബാക്കിയുള്ള ഹാഫ് ഡേകൾ നമുക്ക് റിവിഷന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്കും ഇത് തന്നെ വീണ്ടും റിവൈസ് ചെയ്യാനും, പിന്നെ ഈ ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ട് തീരില്ല എന്ന് തോന്നുന്ന ഭാഗങ്ങൾ റിവൈസ് ചെയ്യാനൊക്കെ എടുക്കും. അപ്പോൾ എപ്പോഴൊക്കെ പഠിക്കണം, എത്ര പഠിക്കണം, ഓരോ ദിവസവും ഏത് സമയം മുതൽ ഏത് സമയം വരെ പഠിക്കണം എന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു
ടൈം ടേബിളുമായിട്ട് ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം പിന്നെ ഏത് ടൈമിന് പഠിച്ചു തുടങ്ങാം, റിവൈസ് ചെയ്യാൻ എപ്പോഴാണ് നല്ലത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പിന്നെ പഠനം നടത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് സമയാസമയങ്ങളിൽ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.